കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 22 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തന്നെയാണ് പോകുന്നതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്നും മറ്റു വള്ളങ്ങൾ വന്നു. യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനഹൂമിലെത്തി. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടെ നയിച്ചവനിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഒരു ആത്മീയ മനുഷ്യൻ്റെ എക്കാലത്തെയും ആഗ്രഹം ദൈവഹിതം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും ദൈവഹിതത്തിന് ജീവിതത്തെ അനുരൂപപ്പെടുത്തി ദൈവഹിത പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരാത്മീയ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആഗ്രഹവും ദാഹവും. അപ്പം ആ ചോദ്യത്തിനുള്ള ഉത്തരം കർത്താവ് നൽകുന്നത് ഇങ്ങനെയാണ്: അവനിൽ വിശ്വസിക്കുക. അവൻ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവനിൽ വിശ്വസിക്കുക. ഇപ്പം യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് യേശു നമ്മളിലൂടെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാകണം. എന്തെങ്കിലും കാര്യം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ പോലും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ പൂർത്തിയാകണമെങ്കിൽ അത് ആവശ്യപ്പെടുന്ന വ്യക്തിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെയുള്ള കുട്ടികളോട് പറഞ്ഞു, നീ പോയി അത് ചെയ്യ്, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവർ ഓടിച്ചെന്നത് ചെയ്യും. കാരണം നമ്മളവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പുറത്തുനിന്ന് വന്നൊരാൾ പറയുകയാണ് അത് ഇന്ന കാര്യം ഇവിടെ ഇതിനകത്തുള്ള അത് ഒന്ന് ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ചെയ്തെന്ന് വരില്ല. കാരണം എന്താ? അവർക്ക് ആ വ്യക്തിയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യണമെങ്കിൽ ആദ്യം ആരിലൂടെ നമ്മൾ പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, ആരുടെ പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അവനിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ഇനി സുവിശേഷം നമ്മൾ കണ്ടെത്തുന്നൊരു കാര്യമാണ്, ഈ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാൻ തക്ക വിധത്തിൽ ഒരു ജനത്തെ കർത്താവിനെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. ഒരു വലിയൊരു ജനാവലി കർത്താവിനെ കണ്ട് തിങ്ങിക്കൂടി ചുറ്റും കൂടി. ഈശോ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത്, എന്നെ അന്വേഷിച്ചത് ഭൗതികമായ അപ്പത്തിന് വേണ്ടിയിട്ടാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി, അനശ്വരമായതൊന്നിനു വേണ്ടിയിട്ടല്ല. കാരണം എന്താ? ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗത്താണ് ഈശോ അപ്പം വർദ്ധിപ്പിച്ച് നൽകുന്നത്. അതിനുശേഷം ഉണ്ടായ സംഭവ വികാസമാണ് നമ്മളിന്ന് കാണുന്നത്.
അവൻ വള്ളത്തിൽ കയറി ഈ അത്ഭുതം നടന്ന സ്ഥലത്തേക്ക് ജനം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വള്ളത്തിൽ കയറി വന്നപ്പോൾ അവനോടില്ല. പിന്നെ യേശു എവിടെയാണെന്ന് അന്വേഷിച്ച് യേശു ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇവരെല്ലാവരും കൂടി അവിടെ വരിക. അത്രയും ജനാവലി തിങ്ങിക്കൂടിയപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് അപ്പത്തിന് വേണ്ടിയിട്ടാണ്, അതും നിലനിൽക്കാത്ത അപ്പത്തിന് വേണ്ടി, നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്. ശരിക്കും ആഴമായിട്ട് നമ്മളും നമ്മുടെ ആത്മീയ ജീവിതത്തെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നമ്മുടെ പലരുടെയും ക്രിസ്തു അന്വേഷണം ക്രിസ്തുവിലൂടെ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. ഈശോയെ തേടാൻ, ഈശോയെ അന്വേഷിക്കാൻ ആത്മീയ കാര്യങ്ങളിലും പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷെ നമ്മുടെ അന്വേഷണത്തിൻ്റെ പിന്നിലും സ്വാർത്ഥതയുണ്ട്, ഭൗതിക നേട്ടമുണ്ട്, നിലനിൽക്കാത്ത അപ്പത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കുന്നത് ഭൗതികമായ അപ്പമാണ്, നിലനിൽക്കാത്ത നശ്വരമായ അപ്പമാണ്. എന്നിട്ടാണ് ഈശോ അനശ്വരമായ അപ്പത്തെക്കുറിച്ച്, പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം ആരംഭിക്കുന്നത്. ഇനി അങ്ങോട്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. അപ്പോൾ നശ്വരമായ ഒരു അപ്പത്തിൽ നിന്നും അനശ്വരമായ ഒരു അപ്പത്തിലേക്കുള്ള, അതിനു വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹത്തിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥ ആത്മീയ ജീവിതമെന്നും വിശ്വാസ ജീവിതമെന്നും ഈശോ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും അത്ഭുതങ്ങൾ കണ്ട്, അല്ലേ, കർത്താവ് പറഞ്ഞു നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിട്ട് ആണ് ഒരുമിച്ച്. ഒരുപക്ഷെ നമ്മളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്കും ഈശോയുടെ സ്നേഹത്തിലേക്കും സാന്നിധ്യത്തിലേക്കൊക്കെ വരാനുണ്ടായ ആദ്യ കാരണം ചിലപ്പോൾ അത്ഭുതങ്ങളായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ചില ഉത്തരങ്ങളായിരിക്കാം, നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചില അത്ഭുതങ്ങളായിരിക്കാം. പക്ഷേ അവിടെ നിന്നും കർത്താവിനെ അന്വേഷിക്കുന്ന ആ തീരുമാനം നമ്മൾ അല്പം കൂടി ഉയർത്തേണ്ടതുണ്ട്. ഇത്രയും നാളെ നമ്മൾ കർത്താവിനെ അന്വേഷിച്ചത് നശ്വരമായതും ഭൗതികമായതും ലൗകികമായ കാര്യങ്ങളെ പ്രതിയാണെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ അന്വേഷിക്കേണ്ടത് അനശ്വരമായ അപ്പത്തിന് വേണ്ടി, നിലനിൽക്കുന്നവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കർത്താവിനെ അന്വേഷിക്കേണ്ടത്. ഈ അന്വേഷണത്തിലേക്ക് എത്തുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു അനശ്വരമായ അപ്പത്തെക്കുറിച്ച്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ആത്യന്തികമായി ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ എത്തിക്കേണ്ടത് വിശുദ്ധ കുർബാനയിലാണ്. വിശുദ്ധ കുർബാനയിലേക്ക് എത്തുമ്പോഴാണ് ഒരുവൻ അനശ്വരമായ അപ്പത്തെ പ്രതി ജീവിക്കാൻ തുടങ്ങുന്നതും വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോഴാണ് നിത്യമായ വിഷയങ്ങളെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ചേക്കുള്ള ഒരു ആഗ്രഹവും ഒരു ദാഹവും ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു ദൈവവേദൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നിശ്ചയമായിട്ട് നമ്മൾ പുനഃപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാനിന്ന് ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് വന്നത് എൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനാണോ അതോ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ? ഞാൻ ഈ പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഓടി വന്നത് എൻ്റെ ഏതെങ്കിലും ഭൗതിക കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനാണോ, അത്ഭുതങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, അതോ അത്ഭുതങ്ങളുടെ രാജാവായ ഈശോയെ സ്വീകരിക്കാനുള്ള ആഗ്രഹവും ദാഹവും കൊണ്ടുമാണ്? ഇവിടെയാണ് ഭൗതികതയിൽ നിന്നും ആത്മീയതയിലേക്കും, നശ്വരമായവയിൽ നിന്നും അനശ്വരമായവയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളിലേക്കും നമ്മൾ രൂപാന്തരപ്പെടുക. ഈ ഒരു കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.